الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب വിശ്വാസികളെ ബഹുമാനപ്പെട്ട സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. നൈമിഷികമായ ആയുസ്സിനെ പരമാവധി റബ്ബിന്റെ മാർഗത്തിലായി വിനിയോഗിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച പല സഹോദരങ്ങളുമുണ്ട്. മാരകമായ രോഗത്തെ അടിമപ്പെട്ട് വളരെ വലിയ ഒരു സർജറിക്ക് വിധേയമാകുന്ന ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായി പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലേക്ക് വരാനിരിക്കുന്ന വിശുദ്ധ റമദാനിന് നല്ല നല്ല ഉപയോഗപ്പെടുത്തി റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ വിശ്വാസ മേഖലയെ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക എന്നത് അതിപ്രധാനമാണ്.
ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചു. എപ്പോഴും ഒരു ഒരുക്കം എന്നതാണ് അതിപ്രധാനം. ജീവിതം തന്നെ യാത്രയാണ്. അതോടൊപ്പം പരലോകത്തേക്കുള്ള ഒരു യാത്രയിലാണ് നാം എല്ലാം ഉള്ളത്. ഏത് യാത്രക്കും മുന്നൊരുക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അതല്ലാതെ സമയമാകുമ്പോൾ ഇറങ്ങിപ്പുറപ്പെടുക എന്നതല്ലല്ലോ ഒരു യാത്രയിൽ നമ്മൾ ചെയ്യാറുള്ളത്. യാത്രയുടെ ദൂരവും യാത്രയുടെ ലക്ഷ്യവും അനുസരിച്ച് മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും വ്യത്യാസമുണ്ടാകും എന്നു മാത്രം. നേരത്തെ വാഹനം ഏർപ്പാടാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആവശ്യമായ രേഖകളെല്ലാം തയ്യാറാക്കി വെച്ച് യാത്രയിൽ കൊണ്ടുപോകേണ്ട മുഴുവൻ വിഭവങ്ങളെയും കൃത്യമായി ആലോചിച്ചും പഠിച്ചും ചോദിച്ചും അറിഞ്ഞുമൊക്കെ സജ്ജമാക്കിയിട്ടാണ് പ്രധാനപ്പെട്ട ഏതൊരു യാത്രക്കും നമ്മൾ പുറപ്പെടാറുള്ളത്. പരലോകത്തേക്കുള്ള യാത്രയും അത് തന്നെയാണ്. ഓതിവെച്ച ആയത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നതാണ്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകൾ ഉള്ളത്. ആ ആയത്തിന്റെ അവസാന ഭാഗമാണ് നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും മുഖ്യമായത്. വതസവ്വദു, നിങ്ങൾ യാത്രാ വിഭവങ്ങളെ കയ്യിൽ കരുതണം. ഹജ്ജിന് പോകുമ്പോൾ പല ആളുകളും പഴയ കാലത്ത് ഒന്നുമില്ലാതെ പോയിരുന്നപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ്. കയ്യിൽ ഭക്ഷണമില്ലാതെ, യാത്രാ സംവിധാനങ്ങളില്ലാതെ ഹജ്ജിലല്ലേ പോണെ, മക്കയിലേക്കല്ലേ പോകുന്നത്, പടച്ചവത്തിൽ വഴിയുണ്ടാക്കുമെന്ന് പറഞ്ഞു കയ്യും വീശി പോകുന്ന ആളുകളോട് അല്ലാഹു തആല പറഞ്ഞത് അത് പറ്റില്ല. വതസവ്വദു, യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ നിങ്ങൾ കൂടെ കരുതണം. എന്നാൽ ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല സാദ്, ഏറ്റവും നല്ല യാത്രാ വിഭവം, പാഥേയം എന്നത് അത്തഖ്വ, തഖ്വയാകുന്നു എന്നതിനെ കൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ യാത്രാ വിഭവം കൂടെ കരുതണമെന്ന് പറഞ്ഞത് ഭൗതികമായ കേവലമായ യാത്രയെക്കുറിച്ച് മാത്രമല്ല, അതിനപ്പുറത്ത് പ്രയോഗത്തേക്കുള്ള യാത്ര കൂടി വേണമെന്നാണ്. ഫഇന്ന ഖൈറസ്സാദി തഖ്വ എന്ന ആയത്തിൽ പ്രഗത്ഭനായ അതാഉൽ ഖുറാസാനി റഹിമഹുല്ലാഹ് നൽകുന്ന വ്യാഖ്യാനം കാണാം. യഅനി സാദൽ ആഖിറ, അഥവാ പരലോകത്തേക്കുള്ള സാദ്, പരലോകത്തേക്കുള്ള യാത്രാ വിഭവമാണ് നിങ്ങൾ കരുതേണ്ടത്, തയ്യാറാക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതിക യാത്രയിൽ ഭൗതികമായ വിഭവങ്ങൾ ശേഖരിക്കുന്നുവെങ്കിൽ അതിന്റെ കൂടെ തന്നെ തഖ്വയാകുന്ന വിഭവം കൂടി പാരത്രികമായ യാത്രക്ക് കരുതേണ്ടതുണ്ട് എന്നർത്ഥം. അഥവാ അൽ ഖുശൂഉ വത്വാഅതു വത്തഖ്വ, ഭക്തിയും റഹ്മാന്റെ വഴിപ്പെടലും തഖ്വയുമാണ് ആ സാദ്, യാത്രാ വിഭവം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി കാണുന്നത്. വിശുദ്ധ റമദാൻ മുന്നിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വിഭവം സമാഹരിക്കാവുന്ന സമയങ്ങൾക്ക് തന്നെ അറിഞ്ഞ് അതിൽ ഒരുങ്ങുക എന്നതാണ് അത് പ്രധാനം. ഭൗതികമായ ഒരുക്കം മാത്രമല്ല, അതിനപ്പുറത്ത് ഈ ഒരു റമദാനിനെ എങ്ങനെ വിനിയോഗിക്കാമെന്ന മനസ്സറിഞ്ഞ ഒരുക്കം തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ജീവിതത്തിൽ കുറെ കാലമായില്ലേ നോമ്പെടുക്കുന്നു, അതെങ്ങനെ റമദാന് വരും പോകും, അതെങ്ങനെ വന്നു പോയിക്കൊള്ളുമെന്ന ആ ഒരു മട്ടിലല്ല അത് വേണ്ടത്. ഭൗതികമായ ഒരുക്കങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. പള്ളികളൊക്കെ ഒന്നുകൂടെ നന്നാക്കി പാച്ച് വർക്കുകൾ ചെയ്ത്, പെയിന്റ് ചെയ്യാൻ പെയിന്റ് ചെയ്ത്, അതേപോലെ വ്യത്യസ്തമായ സൗകര്യങ്ങൾ പള്ളിയിൽ റമദാനോട് അനുബന്ധിച്ച് ഒരുക്കേണ്ടതെല്ലാം ഒരുക്കാറുണ്ട്. വീടുകളിലും പല ആളുകളും അത്തരം ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, ഒക്കെ ആവട്ടെ. പക്ഷെ അതിനപ്പുറത്ത് അതിനേക്കാളേറെ ഒരു നിലയ്ക്ക് ഒരു യാത്രാ വിഭവം ശേഖരിക്കാവുന്ന സമയമാണ്, സീസണാണ് റമദാൻ. തഖ്വയാകുന്ന, ഖുശൂആകുന്ന, ത്വാഅത്താകുന്ന, അഅ്മാൽ സ്വാലിഹാത്താകുന്ന, ഈമാനാകുന്ന യാത്രാ വിഭവങ്ങളെ ശേഖരിക്കാൻ പറ്റിയ നല്ലൊരു സമയം വരുമ്പോൾ അതൊന്ന് നേരത്തെ തന്നെ ഒരുങ്ങി എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എന്തെനിക്ക് തടസ്സമുള്ളത്, കഴിഞ്ഞ റമദാനുകളിൽ
എന്റെ രീതി എന്തായിരുന്നു, അന്ന് എന്തുകൊണ്ടാണ് വിചാരിച്ച പല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ പോയത്, എന്തായിരുന്നു തടസ്സം, ആ തടസ്സം ഈ വർഷം ഇല്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ പ്ലാനിംഗ് ആണ് സഹോദരങ്ങളെ ഈ രംഗത്ത് നമുക്കുണ്ടാവേണ്ടത്. അതല്ലാതെ റമദാനിൽ നോമ്പ് നോക്കും അത് കഴിഞ്ഞു പോകും എന്ന മട്ടിൽ മാത്രം കണ്ടാൽ പോരാ എന്നർത്ഥം. അതിനപ്പുറത്തേക്കുള്ള ഒരു ആലോചന, കൃത്യമായ ഒരുക്കം, ഒന്ന് ഒരുങ്ങി തന്നെ അതിനുവേണ്ടി തയ്യാറാവുക എന്നതാണ് പ്രധാനം. ഒരുപാട് നന്മകളെ നേടിയെടുക്കാൻ തീർച്ചയായും ഒരു റമദാൻ കൊണ്ട് സാധിക്കുമെന്ന് നമുക്കറിയാം. നോമ്പ് തന്നെ ഏറ്റവും വലിയ നന്മയാണല്ലോ. ഒറ്റ ദിവസം നോമ്പെടുത്താൽ പോലും നരകത്തിൽ നിന്ന് 70 കാലം അകറ്റപ്പെടുമെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. നോമ്പ് ഒരു പരിചയാണ് എന്നാണല്ലോ മറ്റു ഹദീസിലെ പരാമർശം. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്. യുദ്ധത്തിൽ വരുന്ന വിട്ടുകൾ തടയാൻ ഉപയോഗിക്കുന്ന പരിചയെ പോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഉപയോഗിക്കാവുന്ന പരിചയാണ് നോമ്പ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. കണക്കില്ലാതെ പ്രതിഫലം നൽകുന്ന അമല് കൂടിയാണ് നോമ്പെന്നത്. അല്ലാഹു തആല പറയുന്നു, എല്ലാ അമലും മനുഷ്യനാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു പറയുന്നത്. മറ്റ് ഏത് അമലിലും റിയാ വരാം, ലോകമാന്യം വരാം, ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്നേക്കാം. നോമ്പ് ഒരിക്കലും ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടതില്ല. കാരണം നോമ്പുകാരായി അഭിനയിക്കാം, നോമ്പില്ലാതെയും. അതുകൊണ്ട് ഒരാൾ നോമ്പെടുക്കുന്നുവെങ്കിൽ അല്ലാഹു തആലക്ക് വേണ്ടി മാത്രമാണ് നോമ്പെടുക്കുന്നത്. ആളുകൾക്ക് മുമ്പിൽ നോമ്പുകാരനായി അറിയപ്പെടാനാണെങ്കിൽ നോമ്പെടുക്കണമെന്നില്ല, സ്വകാര്യമായ ഭക്ഷണം കഴിക്കാമല്ലോ. അതുകൊണ്ട് നോമ്പ് എനിക്കാണ് എന്ന് അല്ലാഹു പറയുന്നു. അഥവാ അല്ലാഹ്ക്ക് വേണ്ടി മാത്രമേ ഒരാൾ നോമ്പെടുക്കുന്നുള്ളൂ, നോമ്പെടുക്കേണ്ടതുള്ളൂ. അതിനാൽ ഞാനാണതിന് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പ്രതിഫലം റബ്ബ് നൽകുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. രണ്ട് സന്തോഷമുണ്ട് നോമ്പുകാരന്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്, മറ്റേ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് എന്നാണ്. നോമ്പുകാരൻ അല്ലാഹുവിനെ കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടുമ്പോൾ അവന് മാത്രം ലഭിക്കുന്നവല്ലാത്ത ചില സന്തോഷങ്ങളുണ്ട്. സ്വർഗത്തിൽ 8 കവാടമുണ്ട്, ഒരു കവാടം നോമ്പുകാരന് മാത്രമാണ്. ബാബുർ റയ്യാൻ എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കവാടം നോമ്പുകാരനുള്ളതാണ്. നോമ്പുകാരല്ലാതെ മറ്റൊരാളും കടക്കുകയില്ല എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ ആ കവാടത്തിൽ കടക്കുകയില്ല എന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏത് അർത്ഥത്തിലും ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. നമസ്കാരമാണെങ്കിലും പള്ളിയുമായുള്ള ബന്ധമാണെങ്കിലും ദിക്റുകളും ദുആകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ദാനധർമ്മങ്ങളും അടക്കം എല്ലാ നന്മയും പരമാവധി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല സീസൺ, ഏറ്റവും നല്ല സമയമാണ് റമദാൻ എന്നത്. പുണ്യങ്ങളുടെ പൂക്കാലം എന്നത് കേവലമായ ആലങ്കാരിക പ്രയോഗമായി മാത്രം നടത്തിപ്പോയാൽ പോരാ. ചെയ്യാൻ കഴിയുന്ന നന്മകൾ എന്തൊക്കെയുണ്ടോ ഒരു ആലോചന, ഒരു പ്ലാനിങ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതല്ലെങ്കിൽ ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകും. പെട്ടെന്നാണ് ആയുസ്സുകൾ കഴിഞ്ഞു പോകുന്നത്. ഓരോ ദിവസവും കടന്നു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. എത്ര പെട്ടെന്നാണ് വീണ്ടും റമദാൻ വന്നത് എന്ന് നമ്മളൊക്കെ ഇപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്നു. ഇനി ആ റമദാനുമായി കഴിഞ്ഞു പോകും, നോമ്പാകും, അപ്പോഴേക്ക് അതിന്റെ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. അതിനിടയിൽ അത് നഷ്ടമായി ഒരുപാട് കൊല്ലം റമദാൻ മാസം നഷ്ടപ്പെട്ട പോലെ ഇക്കൊല്ലം നഷ്ടമായി പോയി എന്ന് പിന്നീട് വിലപിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ റമദാനുകൾ ഉള്ളതിനേക്കാളേറെ ഈ റമദാനിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ആയിരിക്കാം ഇത്. ഒരുപക്ഷെ ആ റമദാനിലേക്ക് എത്തണമെന്നുമില്ല, അതിന് മുമ്പേ മരണപ്പെട്ടു പോയേക്കാം. ഇന്നലെ മരിച്ച ധാരാളം മനുഷ്യന്മാരുണ്ട്, ഇന്ന് മരണപ്പെട്ടവരുണ്ട്. റമദാന് തലേ ദിവസം പോലും മരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ റമദാനുമായി ഒരുങ്ങി അതിനുവേണ്ട പ്ലാനും പദ്ധതിയും തയ്യാറാക്കി ആ റമദാനിൽ നന്മകൾ ചെയ്യാനുള്ള കൃത്യമായ ഒരു ആസൂത്രണം നിർവഹിച്ചിരിക്കുകയാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാൾക്ക് ഒരുപാട് നന്മകൾ നേടാൻ അയാളുടെ ആ നിയ്യത്ത് കൂടി നിമിത്തമായി മാറും. അതുകൊണ്ട് തന്നെ ഒരു ഒരുക്കം, നിങ്ങൾ യാത്രാ വിഭവത്തെ ശേഖരിക്കണം. ഏറ്റവും നല്ല യാത്രാ വിഭവം എന്നത് തഖ്വയാണ്.
യാ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ എന്നാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ചെയ്യുന്ന ഖൈറെല്ലാം അല്ലാഹ് അറിയുന്നു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഈ ഭാഗം പറഞ്ഞത്. വമാ തഫ്അലു മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, നിങ്ങൾ എന്തൊരു ഖൈർ ചെയ്താലും അതെല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. അപ്പോൾ റബ്ബ് അറിയുന്നു എന്ന ബോധത്തോടെ പടച്ചവന്റെ വജഹ് മാത്രം കാംക്ഷിച്ചുകൊണ്ടാവണം കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് അമലിലും ഇഖ്ലാസ് പ്രധാനമാണ്. ഏത് അമലും സ്വീകരിക്കപ്പെടാൻ രണ്ട് നിബന്ധനയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന് ഇഖ്ലാസാണ്, മറ്റൊന്ന് ഇത്തിബാ ആണ്. ഇഖ്ലാസ് എന്നാൽ നിഷ്കളങ്കത എന്ന് മലയാളത്തിൽ അർത്ഥം പറയും. അത് മാത്രമല്ല ഇഖ്ലാസ്, ശരിയായ ഇഖ്ലാസ് എന്താണ് എന്ന് ചോദിക്കപ്പെടുമ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ വ്യാഖ്യാനങ്ങൾ കാണാം. അയ്യകുൽ മദ്ഹു വല്ലമ്മു ഫീ ഹഖ്ഖിഹി സവാ, അതാണ് ഇഖ്ലാസ്. ആക്ഷേപവും പ്രശംസയും അവന് ഒരുപോലെയായി മാറുക എന്നാണ്. ഒരു അമൽ ചെയ്തു, എല്ലാവരും പ്രശംസിച്ചു, ഉഷാറായി, നല്ല അമലാണ്, നല്ല ഉഷാറാണ്, നല്ല സംസാരമാണ്, നല്ല ക്ലാസ്സാണ്, നല്ല ഖിറാഅത്താണ്, നല്ല നിസ്കാരമാണ്, എന്താണ് അയാൾ തഖ്വ എന്ന് എല്ലാവരും കൂടെ പ്രശംസ വെച്ചു. പ്രത്യേകിച്ചൊന്നും തോന്നേണ്ടതില്ല. കാരണം ആളുകളെ പ്രശംസയ്ക്ക് വേണ്ടി അല്ല അവൻ ചെയ്തത്. അല്ലെങ്കിൽ ആക്ഷേപം വന്നു, എന്തോട് കിട്ടിയത്, എന്തോട് നേട്ടമുണ്ടായത്, ഒരു കാര്യവും ഉണ്ടായില്ല, ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ ആക്ഷേപമുണ്ടായി, അതിനും അവന് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അതാണ് ശരിയായ ഇഖ്ലാസ്. അയ്യകുൽ മദ്ഹു വല്ലമ്മു ഫീ ഹഖ്ഖിഹി സവാ, പ്രശംസയും ആക്ഷേപവും അവന്റെ കാര്യത്തിൽ ഒരുപോലെയാണ്. ആക്ഷേപം ഭയന്ന് അവൻ അമൽ ചെയ്തിട്ടില്ല, പ്രശംസ പ്രതീക്ഷിച്ച് അവൻ അമൽ ചെയ്തിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ആളുകൾ നല്ലത് പറയുമ്പോ തരക്കേടില്ല എന്ന തോന്നൽ, ആളുകൾ ആക്ഷേപിച്ച് പറയുമ്പോ എന്നാൽ ഇനി ഞാനില്ല, എല്ലാവരും ആക്ഷേപിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളായിക്കോ, എന്നെ കൊണ്ടാവില്ല എന്ന തോന്നൽ ഉണ്ടാകപ്പോഴാണ്. അവിടെ ആക്ഷേപത്തെ ഭയന്ന് കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. എന്നാൽ ഈ വജ്ഹില്ല, റഹ്മാനായ റബ്ബിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞ വ്യാപകമായ പ്രത്യാഘാതങ്ങളുള്ള മുഖം ചുളിഞ്ഞു പോകുന്ന ആ ഭയാനകമായ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ആ മനസ്സാണ് എങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിലെ ലാഭനഷ്ടങ്ങളെ പരിഗണിക്കുകയില്ല. ഉമഹത്താബിന്റെ മുമ്പിൽ വന്ന് തന്റെ മക്കൾക്ക് വസ്ത്രമില്ലാത്ത പരാതി പറഞ്ഞ സ്ത്രീയുടെ ചരിത്രം കാണാം. ആ സ്ത്രീ ഉമഹത്താബിനോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വസ്ത്രം നൽകണം, നിങ്ങളാണ് ഖലീഫ, ധരിക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പ്രയാസപ്പെടുന്നു എന്ന് പറയുമ്പോ ഉമർ ഖത്താബ് ചോദിക്കുന്നുണ്ട്, ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ സ്ത്രീ പറഞ്ഞു, അള്ളാന്റെ കോടതിയിൽ വരുമ്പോൾ ഞാൻ പരാതി പറയും. ഉമർ ഖലീഫയായപ്പോൾ എന്റെ മക്കള് പ്രയാസപ്പെട്ടുണ്ട് എന്ന് പറയുമെന്ന് പറയുമ്പോൾ ചരിത്രത്തേക്കാൾ ഉമർ ഖത്താബ് താൻ ധരിച്ച കുപ്പായം അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ലാലി ഖൗലിക ബല്ലി ദാലികൽ യൗം, നിന്റെ വാക്ക് കേട്ടിട്ടല്ല ഇത് ഞാൻ നൽകുന്നത്, ആ ദിവസത്തിന് വേണ്ടിയാണ് എന്നാണ്. പരലോകത്ത് വരുമ്പോൾ പറയുമെന്ന് പറയുമ്പോൾ ഇനിയൊന്നും പറയാനില്ല, അവിടേക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്ന് ഉമർ ഖത്താബ് പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, എന്തൊന്നും ചെയ്യുന്നുവെങ്കിലും എന്തൊരു ഖൈർ ചെയ്യുന്നുവെങ്കിലും അള്ളാഹു അറിയുന്നുവെന്ന ആ ബോധം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ മതി, മറ്റാർക്ക് വേണ്ടിയും ചെയ്യേണ്ടതില്ല. റമദാനിൽ വ്യത്യസ്തമായ നന്മകളുമായി നമ്മുടെ മുമ്പിലേക്ക് ആളുകൾ എത്തും, പിരിവുകാർ ധാരാളം വരും, സ്വതക്ക ചെയ്യാനും പല അവസരങ്ങൾ വരും, എല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. റമദാനായി ഇനിയിപ്പോ പിരിവാണ് എന്ന് പറഞ്ഞ് റമദാനിൽ ഗേറ്റ് പൂട്ടിയിട്ട മനുഷ്യന്മാരെ നമുക്കെല്ലാം പരിചയമുണ്ട്. ചൊല്ലുമ്പോൾ റമദാനിൽ ഗേറ്റ് പൂട്ടത് ആളുകൾ വരികയാണ്, ശല്യമാണ് എന്നാണ്. സന്തോഷത്തോടെ സ്വീകരിക്കാം, ഉണ്ടെങ്കിൽ നൽകാം, ഇല്ലെങ്കിൽ നൽകാതിരിക്കാം. എല്ലാവർക്കും കൊടുക്കാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ, കഴിയുമെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞത് ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്നാണല്ലോ നബിതങ്ങൾ പറഞ്ഞത്. എല്ലായ്പ്പോഴും കൊടുക്കാൻ കഴിയണമെന്നില്ല, എല്ലാവർക്കും കൊടുക്കാൻ പറ്റണമെന്നില്ല. ആയിക്കോട്ടെ, നല്ല വാക്ക് പറഞ്ഞാൽ അതും പുണ്യം തന്നെയാണ്. എല്ലാ നന്മയുടെയും മുമ്പിൽ സന്തോഷത്തോടെ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ആരാണ് മുഅ്മിൻ എന്ന ചോദ്യത്തിന് നൽകപ്പെടുന്ന സ്ത്രീകൾക്ക് കാണാം, ഇലാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ എന്നാണ്. ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടി, വല്ലാത്ത സന്തോഷം. തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായി, വല്ലാത്തൊരു പ്രയാസം.
ഇത് നീ അനുഭവിക്കുന്നുവോ എങ്കിൽ നീ മുഅ്മിനാണ് എന്നാണ്. നമുക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ അളക്കാൻ കഴിയുന്ന ഒരു അളവ് പോലാണത്. ഒരു നന്മയ്ക്ക് അവസരം കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷം. അൽഹംദുലില്ലാഹ് ആ ചാൻസ് കിട്ടിയല്ലോ, അതിന് ഭാഗവാക്കാൻ കഴിഞ്ഞല്ലോ. അല്പം വൈകിയിരുന്നുവെങ്കിൽ നഷ്ടപ്പെടുമായിരുന്നു. ആ നന്മയിൽ ഞാനും ഭാഗവാക്കായല്ലോ, അത് വല്ലാത്ത സന്തോഷമായി മാറുക. ഒരു തെറ്റിൽ ചെന്ന് പെട്ടുപോയി, ഒരു കളവ് പറയേണ്ടി വന്നു, ഒരു വേണ്ടാത്തത്തിൽ പെട്ടുപോയി, തിന്മയ്ക്ക് ഭാഗവാക്കായി മാറി എങ്കിൽ നിന്റെ തിന്മകൾ നിന്നെ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അത് നിന്റെ ഈമാനിന്റെ ലക്ഷണമാണ് എന്നാണ്. ചെയ്തു പോയില്ല റബ്ബേ, പറ്റിപ്പോയില്ല റബ്ബേ, ഞാനതിൽ പോയി പെട്ടുപോയില്ല റബ്ബേ എന്ന് ആ തിന്മയുടെ പേരിൽ ഒരു വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ നിലയ്ക്ക് നന്മകളെ വർദ്ധിപ്പിക്കുവാൻ ഈമാനുള്ളവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അങ്ങനെ ഈമാനെ വർദ്ധിപ്പിക്കാൻ, തഖ്വ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്, ഏറ്റവും നല്ല അവസരമാണ് റമദാൻ എന്നത്. ലഅല്ലകും തത്തഖൂൻ എന്നാണല്ലോ, തഖ്വയുണ്ടാകാൻ തന്നെയാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അതല്ല നമ്മളൊക്കെ ഒരു മാസം പകൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പടച്ചറപ്പിന് എന്താ കിട്ടാനുള്ളത്? എല്ലാവരും ഉച്ചയ്ക്ക് പട്ടിണിയായി, പകലൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് അല്ലാഹ്ക്ക് എന്ത് കിട്ടാൻ? പ്രത്യേകിച്ചൊന്നും അല്ലാഹ്ക്ക് കിട്ടാനില്ല, നമുക്കാണ് കിട്ടാനുള്ളത്. തഖ്വ വർദ്ധിക്കാനാണ്, ഈമാൻ വർദ്ധിക്കാനാണ്, സ്വർഗത്തിലേക്കുള്ള വഴി ദൂരം കുറയാനാണ്, നരകത്തിലേക്കുള്ള വഴി ദൂരം വർദ്ധിക്കാനാണ് നോമ്പ് എന്നത്. ഒറ്റ നോമ്പ് കൊണ്ട് 70 കാതങ്ങൾ നരകത്തിൽ അകറ്റപ്പെടുമെന്നാണെങ്കിൽ 30 നോമ്പ് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നോറ്റാൽ നരകത്തിൽ വിദൂരത്തേക്ക് അകറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടെ ഇഹ്തിസാബോടെ നോമ്പെടുക്കുന്നുവെങ്കിൽ റമളാനിൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. രണ്ട് കാര്യമാണ്, ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇഹ്തിസാബ്. വിശ്വാസം ശരിയാവണം, അതോടൊപ്പം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കണം. ആകെ പഴിച്ചും ആക്ഷേപിച്ചുമല്ല നോമ്പെടുക്കേണ്ടത്. വീണ്ടും റമളാനായി എന്താ ചെയ്യാ, നോമ്പ് നോക്കിയെടുക്കാനും വയ്യ, എല്ലാത്തിനും പ്രയാസം, കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് കാര്യമൊന്നുമില്ല. കമ്മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. നബി തങ്ങൾ പറഞ്ഞു, എത്ര നോമ്പുകാരാണ് ആ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ വിശപ്പല്ലാതെ ഒരു പ്രയോജനം അവനില്ല എന്നാണ്. എന്തു കിട്ടി റമളാൻ കഴിയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ 30 ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, 30 ദിവസം രാവിലെ നാസ്ത കഴിച്ചില്ല എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത എത്ര നോമ്പുകാരുണ്ട് എന്ന് ഹദീസിൽ പറഞ്ഞത് കാണാൻ കഴിയും. അത്തരം ഭാഗ്യം കെട്ടവരായി മാറാതിരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ സൂചിപ്പിച്ച പോലെ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. കൃത്യമായ ഒരു ആസൂത്രണം തന്നെയാണ് വേണ്ടത്. രണ്ട് രൂപത്തിലുള്ള ആസൂത്രണങ്ങൾ വേണം. ഒന്ന് നന്മകൾക്കുള്ള ആസൂത്രണങ്ങൾ, രണ്ട് ആ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ വേണമോ അതൊക്കെ നമ്മൾ ചെയ്യും. റമദാനിൽ ഇബാദത്തുകൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. അതിന് തടസ്സമാകുന്ന കാര്യങ്ങളെ ഒന്ന് നമ്മൾ ജീവിതത്തിൽ മാറ്റിവെക്കാൻ ശ്രമിക്കുക. റമദാനിൽ പൊതുവെ നമുക്ക് വീട്ടിൽ ചെലവ് കൂടുതലാണ്, കണക്ക് പ്രകാരം കുറയുകയാണ് വേണ്ടത്. സദഖ ചെയ്തിട്ടല്ല ചെലവ് കൂടുന്നത്. റമദാന് മുന്നോടെ ഇപ്പോൾ തന്നെ പലരും വീട്ടിലൊക്കെ അരിയും മല്ലിയും മുളകൊക്കെ പൊടിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, ഇനി ബേജാറില്ല, ഈ നോമ്പായാലും പ്രയാസപ്പെടാനില്ല എന്ന് പലപ്പോഴും വീട്ടിലെ സ്ത്രീകൾ പറയാറില്ല. വിഭവങ്ങൾ ചുരുക്കുക എന്നത് പ്രധാനം തന്നെയാണ്. പൊതുവെ ജീവിതത്തിൽ ഭക്ഷണം കുറക്കണം, പരമാവധി ഭക്ഷണം വയറിന്റെ 1/3 എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. നബി തങ്ങൾ പറഞ്ഞ പദപ്രയോഗം മാ മലഅ ഇബ്നു ആദമ ബിആഅൻ ശർറൻ മിൻ ബത്നിഹി. മനുഷ്യപുത്രൻ വയറിനേക്കാളും മോശപ്പെട്ട മറ്റൊരു പാത്രവും നിറക്കുന്നില്ല എന്നാണ് ഹദീസിന്റെ ആദ്യ ഭാഗം.
ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ്. നട്ടെല്ല് നിമിത്തി നിർത്താൻ പറ്റാവുന്ന ഏതാനും പിടി ഭക്ഷണമേ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു എന്നതൊക്കെ അവൻ ആക്കിക്കൊള്ളട്ടെ എന്നാണ് ഹദീസിലെ ഉപദേശം. എപ്പോഴും നന്മയിൽ മുന്നോട്ട് പോകാൻ നൽകപ്പെടുന്ന ഉപദേശങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഉപദേശം ഭക്ഷണം ചുരുക്കുക എന്ന് തന്നെയാണ്. പരലോകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഉപദേശങ്ങളൊക്കെ കാണാം. ഉണ്ടാവേണ്ട യോഗ്യതകൾ 1 ബത്നുൻ ഖലാ, കാലിയായ വയർ എന്നാണ്. ജീവിതത്തിലുടനീളം ഭക്ഷണം ചുരുക്കി തന്നെയാണ് നമ്മളൊക്കെ ശീലിക്കേണ്ടത്. കിട്ടുന്നതെല്ലാം വാരി വലിച്ച് ഭക്ഷിക്കുക എന്നല്ല, എപ്പോഴും തിന്നുക എന്നതല്ല. അതൊക്കെ ഒരു പരിധി നിശ്ചയിക്കേണ്ടതുണ്ട്. റമദാൻ അതിനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് റമദാനിൽ വിഭവങ്ങളെ ചുരുക്കുക. ഒന്നാകെ എല്ലാം കൂടെ ഉണ്ടാക്കി കുറെ വേസ്റ്റായി അങ്ങനെ പോകേണ്ടതില്ല. കഴിക്കാവുന്നത് മാത്രം, കഴിക്കേണ്ടത് മാത്രം നമ്മൾ കഴിക്കുക. ഒന്നാകെ വാങ്ങിക്കൊണ്ടുവന്ന് കണ്ടമാനം ഭക്ഷണങ്ങൾ വേസ്റ്റാകുന്ന സമയമായി പലപ്പോഴും റമദാൻ മാറിലുണ്ട്. സഹോദരിമാർക്കും ഒരുപാട് സമയം പാചകത്തിന് വേണ്ടി മറ്റുമൊക്കെ അങ്ങനെ ചെലവാഴി പോകുന്നു. അതൊക്കെ ഒരു പരിധി, ഒരു നിയന്ത്രണം നല്ലതാണ്. അതിലൊക്കെ കൂടെ തന്നെ വർദ്ധിപ്പിക്കാവുന്ന നന്മകൾ ഉണ്ടാവാം, അതൊക്കെ വർദ്ധിപ്പിക്കാം. അടുക്കളകളിൽ ഒരു പീസ് റേഡിയോ സംവിധാനം ഒരുക്കി വെച്ചാൽ ആ പണികളെ കൂടെ തന്നെ ദീനിയായ ഉപദേശങ്ങൾ കിട്ടാൻ, ഖുർആൻ പാരായണം കേൾക്കാൻ, അദ്കാറുകൾ ശീലിക്കാൻ ഒക്കെ അതൊരു അവസരമാണ്. അങ്ങനെയൊക്കെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവുക. യാത്രകളാണെങ്കിൽ ആ യാത്രകളിൽ വെറുതെ സംസാരിച്ച് സമയം നഷ്ടപ്പെടുന്നതിന് പകരം യാത്രാവേളകളിൽ ഖുർആൻ കേൾക്കാവുന്ന, ദീനിയായി നല്ല ഉപദേശങ്ങൾ കേൾക്കാവുന്ന എമ്പാടും സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ടല്ലോ. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അതുപോലെ ഒരുപാട് സമയം അങ്ങാടികളിൽ കറങ്ങിത്തിരിഞ്ഞ് റമദാനിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല. റമദാനിലെ ഒരു മണിക്കൂറും ശഅബാനിലെ 1 മണിക്കൂറും ഒരുപോലെയല്ല. അതുകൊണ്ട് റമദാനിൽ അത്യാവശ്യമായ സാധനം വാങ്ങാൻ അങ്ങാടി പോകണ്ട എന്നല്ല, പക്ഷേ അങ്ങാടികളിൽ തന്നെ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ് സമയം പാഴാക്കുന്ന സാഹചര്യം ഉണ്ടായിക്കോളും. പറ്റുമെങ്കിൽ പെരുന്നാളിലുള്ള വസ്ത്രമൊക്കെ വാങ്ങിക്കാൻ അത് അവസാനത്തെ പത്തിലേക്ക് തന്നെ ആകണമെന്നില്ല. നേരത്തെ വാങ്ങി വെച്ചാൽ അതൊക്കെ നല്ല മെസ്സേജ് കൂടി കുടുംബത്തിന്, മക്കൾക്കൊക്കെ നൽകാൻ കൂടി അതിലൂടെ സാധിക്കും. അതുപോലെ നോമ്പിന്റെ വിധി വിലക്കുകളെ നേരത്തെ പഠിച്ചു വെക്കുക. നോമ്പ് ബാത്തിലാക്കുന്ന കാര്യം എന്തൊക്കെയാണ്, പ്രതിഫലം കുറയുന്ന കാര്യം എന്തൊക്കെയാണ്, അതിന്റെ മഹത്വം വർദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ അങ്ങനെ ചെയ്തു, ഒരു നോമ്പ് മുറിയുമോ, ഇങ്ങനെ ചെയ്തു നോമ്പ് മുറിയുമോ എന്ന് ചോദിച്ച എമ്പാടും ആളുകൾ വിളിക്കാറുണ്ട്. അതിന് കാത്തു നിൽക്കുകയല്ല, അതൊക്കെ നേരത്തെ ഒന്ന് പഠിച്ച് ചോദിച്ചറിയുക. ഖുർആനുമായുള്ള ബന്ധം തീർച്ചയായും ഉണ്ടാവണം. റമദാന്റെ മാസമാണല്ലോ ഖുർആന്റെ മാസമാണല്ലോ റമദാൻ. അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം റമദാനിൽ പ്രത്യേകിച്ചും ഉണ്ടാകും. അതിനും ഒരു ആസൂത്രണം. എങ്ങനെയാണ് ഖുർആൻ ഓതുക? 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും ഒരു ജുസ് ഓതുകയാണെങ്കിൽ ഒരു ദിവസം 5 ജുസ് ഓതാൻ പറ്റും. 5 വക്തിനും ശേഷം മുമ്പ് 1 ജുസും ശേഷം 1 ജുസും, അപ്പൊ ഒരു ജുസ് ഒരു വക്തിന് ഓതാൻ കഴിയും. 5 വക്ത് കൊണ്ട് 5 ജുസ് ഓതാൻ കഴിയും. അങ്ങനെ അയാൾ ഒരു 6 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ഓതും. 30 നോമ്പ് കിട്ടിയാൽ 5 തവണ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കാൻ അയാൾക്ക് സാധിക്കും. ഒരു ആസൂത്രണം വേണം എന്ന് മാത്രം. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിയില്ല, ജോലിയുണ്ട്, ഓഫീസിലാണ് എങ്കിൽ അതല്ലാതെ മറ്റെന്താണ് അയാൾക്ക് പറ്റിയ ഒരു പ്ലാൻ? എപ്പോഴാണ് ഖുർആൻ ഓതുക? അല്ലെങ്കിൽ കേൾക്കാനെങ്കിൽ ഓതാൻ കഴിയില്ല, ആയിക്കോട്ടെ, കേൾക്കാനെങ്കിൽ നമ്മളെ മൊബൈൽ ഫോണുകളിൽ ഇന്ന് ഖുർആൻ കേൾക്കാൻ സംവിധാനമുണ്ട്. അത് കേൾക്കാനുള്ള ഒരു സംവിധാനം, ഒരു യാത്രയാണ് പൂർണ്ണമായും. എന്നാലും ഓതാൻ പറ്റും. മൊബൈലിലുണ്ട് ഇന്ന് വിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തമായ പതിപ്പുകൾ. അതൊന്ന് നോക്കി വരാൻ പറ്റുമെങ്കിൽ, അങ്ങനെ കേൾക്കാനാകുമെങ്കിൽ, അങ്ങനെ ആ ഖുർആനുമായുള്ള ഒരു ബന്ധം പ്രത്യേകിച്ചും ഈ റമദാനിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കാം. ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. മക്കളെ നോമ്പെടുപ്പിക്കാൻ ശീലിപ്പിക്കണം.
സ്വഹാബിമാരൊക്കെ ചെറിയ പ്രായത്തിൽ പോലും മക്കളെ നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അവർ വിശന്ന് കരയുമ്പോൾ അവർക്ക് കളിപ്പാവകൾ കളിക്കോപ്പുകൾ നൽകി അവരെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുവരെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ചെറിയ പ്രായത്തില് ശീലിപ്പിക്കുക, നിർബന്ധമില്ല അവർക്ക് നോമ്പ്. പ്രായപൂർത്തിയാകുമ്പോഴേ നോമ്പ് നിർബന്ധമുള്ളൂ. എന്നാലും പ്രായപൂർത്തിയാകുമ്പോൾ നോൽക്കണമെങ്കിൽ അതിന് മുമ്പേ തന്നെ നോൽക്കാനുള്ള പ്രചോദനം നൽകേണ്ടതുണ്ട്. മക്കൾ നോൽക്കാൻ തയ്യാറായാലും സമ്മതിക്കാത്ത മാതാപിതാക്കളുണ്ട്. ക്ഷീണം പിടിക്കും, അവനാകെ ശരീരത്തിൽ പ്രയാസമുണ്ടാകും എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതല്ല വേണ്ടത്. നേരെ മറിച്ച് അവർക്ക് പ്രചോദനമേകുക. അതുപോലെ ദാനധർമ്മങ്ങൾ റമദാനിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നബിതങ്ങളാണ് മദീനയിൽ ഏറ്റവും വലിയ ധർമ്മിത്തനെന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ജനങ്ങൾ ഏറ്റവും വലിയ ധർമ്മിത്തൻ പ്രവാചകനായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ പ്രവാചകനല്ല. മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നൻ നബിയല്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ നബിയായിരിക്കാം. 2 മാസം തീ കത്താത്ത വീടാണല്ലോ നബിയുടെ വീട്. 10 വയസ്സ് 11 വയസ്സ് പ്രായമുള്ള കുട്ടി കൈപ്പന്തിച്ചാൽ ഞങ്ങളുടെ മേൽക്കൂരിൽ തട്ടുമായിരുന്നുവെന്നാണ് ആയിഷ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചത്. അരക്കുയരത്തിൽ നല്ല ഉരുളക്കല്ലുകൾ കൊണ്ടുവന്ന് കുത്തിപ്പുറക്കി വെച്ചുണ്ടാക്കിയ ചുമരാണ് നബിയുടെ ചുമർ. അതിന് ബാക്കി ഭാഗം ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ചതാണ് ആ ചുമരിന്റെ ബാക്കി. ഈത്തപ്പനയുടെ ഓലമടഞ്ഞ വാതിലാണ് നബിതങ്ങളുടെ വാതിൽ. മേൽക്കൂര ഈത്തപ്പനയുടെ ഓല കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഹൈറ്റാണ് പറഞ്ഞത്. 10-11 വയസ്സ് പ്രായമുള്ള കുട്ടി നിന്നുകൊണ്ട് കൈ ബന്ധിച്ചാൽ ഞങ്ങളെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. അതാണ് നബിതങ്ങളുടെ വീട്. അവിടെ 2 മാസം തീ കത്തിയിട്ടില്ല. പച്ചവെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. ആ വീട്ടുകാരനെ പറ്റിയാണ് സ്വഹാബിമാർ പറഞ്ഞത്, കാന അജ്വദൻ നാസ്, ജനങ്ങൾ ഏറ്റവും ധർമ്മിപ്പൻ പ്രവാചകനായിരുന്നു. അതൊരു മനസ്സിന്റെ മാറ്റമാണ്. ധാരാളം കൊടുക്കുക എന്നതല്ല, ആ മനസ്സ്. നബി ഞങ്ങൾ ഒരിക്കൽ പ്രഖ്യാപിച്ചു, മൻ തറക റിയാലൻ ഔ ദൈൻ ഫഇലയ്യ ഔ അലയ്യ. ആരെങ്കിലും മരിക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളെ ബാക്കി വെച്ച് പോകുന്നുവെങ്കിൽ, അധ്വാനിക്കാൻ കഴിയാത്ത, സമ്പാദിക്കാൻ പ്രായമായിട്ടില്ലാത്ത ചെറിയ ചെറിയ മക്കളെ ബാക്കി വെച്ചുകൊണ്ടാണ് ഇവിടെ മരിക്കുന്നത് എങ്കിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. വല്ല കടവും ബാക്കി വെച്ച് പോകുന്നുവെങ്കിൽ അത് എന്റെ മേൽ ഞാൻ ഏറ്റിട്ടുണ്ട്, എന്നിലേക്ക് വിട്ടുകൊള്ളുന്നതാണ്. ആര് മരിച്ചാലും കടമുണ്ടോ ഇങ്ങോട്ട് അയച്ചോളൂ, ഞാൻ ചെയ്യാം. ചെറിയ ചെറിയ മക്കളെ ബാക്കി വെച്ച് പോകുന്നുവോ അത് ഞാൻ ഏറ്റെടുക്കാം. അതല്ല, സ്വത്ത് ബാക്കി വെച്ചുകൊണ്ട് പോകുന്നുവെങ്കിൽ ആ സ്വത്ത് അവന്റെ അവകാശികൾക്ക്, അതെനിക്ക് വേണ്ട. സ്വത്തുണ്ട് മരിച്ചാൾക്ക് ആ അവകാശം എടുത്തോട്ടെ. കടമുണ്ട് മരിച്ചവന് ആ കടം ഞാൻ ഏറ്റെടുക്കാം. നബിതങ്ങൾക്ക് കയ്യിൽ പൈസ ഉണ്ടായിട്ടെല്ലാം കൂട്ടാൻ മാത്രം കഴിഞ്ഞിട്ടല്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ഞാൻ ചെയ്തോളാം. അത് ഏതെങ്കിലും വഴിക്ക് നബിതങ്ങളെ പൂർത്തിയാക്കി കൊടുക്കും. അതാണ് ഉത്തരവാദിത്തം ഏൽക്കുക, ഭാര്യങ്ങളെ ഏൽക്കുക. പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം, ഇങ്ങോട്ട് വരൂ, വഴിയുണ്ടാക്കാം, പരിഹരിക്കാം. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. എല്ലാ നന്മയിലും ഭാഗവാക്കാവാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധിക്കും. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ തന്നെയാണ് പാകപ്പെടുത്തുന്നത്. ബാക്കിയൊക്കെ ഉണ്ടാവും. ബാക്കിയെല്ലാം ഉണ്ടായ ഒരു മനസ്സിനെ പാകപ്പെടുത്തുക. എല്ലാ നന്മയിലും ഞാൻ ഉണ്ടാകണമെന്നൊരു മനസ്സ്. സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ മത്സരിക്കുന്നവർ എന്ന മുത്തഫിഫീന്റെ വചനം പ്രചോദനമാകേണ്ടതുണ്ട്. ആ ഒരു മനസ്സിലേക്ക് മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ إنك أنت السميع العليم. اللهم بلغنا رمضان ووفق لنا للصيام والقيام وسائر الأعمال يا أرحم الراحمين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.